ഹലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയ ഹെൽത്ത് കെയർ സിസ്റ്റത്തെയും ഈ രാജ്യത്തെ തന്നെയും ഇവിടുത്തെ നിയമവ്യവസ്ഥയെയും വെല്ലുവിളിച്ചുകൊണ്ട് 2 വിദേശികളായ നഴ്സസ് സംസാരിച്ച കമൻസ്, നഴ്സസ് പാസ്സാക്കിയ കമൻസിനെ കുറിച്ച് പ്രതിപാദിക്കാനായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളെല്ലാവരും വിദേശത്ത് നിന്ന് വന്ന് നഴ്സസ് ഓസ്ട്രേലിയയിൽ വന്ന് സെറ്റിൽ ചെയ്തിരിക്കുന്നവരാണ് അല്ലേ? നഴ്സസ് മാത്രമല്ല, മറ്റു പല ഹെൽത്ത് കെയർ സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അതുതന്നെയല്ല, മറ്റു പല ജോലികളും ചെയ്യുന്നവരുണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് അല്ലെങ്കിൽ അതുപോലത്തെ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കാൻ വന്നപ്പോൾ നമ്മൾ ഫേസ് ചെയ്ത ചലഞ്ചസ് നമുക്കെല്ലാവർക്കും അറിയാം. എങ്കിൽ തന്നെയും ഈ ഓരോ രാജ്യത്ത് നമ്മൾ പോകുമ്പോൾ അവിടുത്തെ രാജ്യത്തെ വ്യവസ്ഥ പാലിക്കും അല്ലെങ്കിൽ പാലിക്കാം എന്നുള്ള ഉറപ്പ് ആ രാജ്യത്തിന് കൊടുത്തുകൊണ്ടാണ് നമ്മൾ അവിടത്തേക്കുള്ള വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതും അതിനുശേഷം പെർമനൻറ്റ് റെസിഡൻസിക്ക് അല്ലെങ്കിൽ അതിനുശേഷം സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്ത് നമുക്കത് ലഭ്യമാകുന്നതും. അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ ദിവസം ഹെൽത്ത് കെയർ സിസ്റ്റത്തെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ ലോയെയും പാർലമെൻ്ററി സിസ്റ്റത്തിനെയും നടുക്കിക്കൊണ്ട് 2 നഴ്സുമാർ ഇസ്രായേലി അനുഭാവിയായ ഒരു വ്യക്തി ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ചോദിച്ച ചോദ്യത്തിന് വളരെ വ്യത്യസ്തമായ മറുപടിയാണ് കൊടുത്തത്. ആദ്യമായി ചോദിച്ച ഒരു ചോദ്യമാണ്, ഇസ്രായേലി പേഷ്യൻസ് വന്നാൽ നിങ്ങൾ അവരെ എങ്ങനെ പരിചരിക്കുമെന്നാണ്. എന്നാൽ ഈ കമൻറ്റ് പറഞ്ഞ ഈ ലേഡി നഴ്സ് സംസാരിച്ചത്, ഞാൻ അവരെ ശുശ്രൂഷിക്കുകയില്ല, മറിച്ച് അവരെ ഘാതകം ചെയ്യാനായിട്ടുള്ള പ്ലാൻ ചെയ്യും, അല്ലെങ്കിൽ അത് ചെയ്യുക തന്നെ ചെയ്യും. അവരെക്കുറിച്ച് ഞാൻ അനുതപിക്കുകയില്ല, മറിച്ച് ഞാൻ ദൈവത്തോട് പറഞ്ഞ് അവരുടെ ജീവൻ പോകാനായിട്ട്, അവരുടെ ജീവൻ നഷ്ടപ്പെടാനായിട്ടുള്ള കാര്യങ്ങൾക്ക് മുൻകരുതലുകൾ എടുക്കും, അല്ലെങ്കിൽ അതിന് പ്രാധാന്യം കൊടുക്കും എന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് ആ നഴ്സ് കൊടുത്തത്. രണ്ടാമതായി ഒരു മേൽ നഴ്സ് സംസാരിച്ചതും സിമിലറായിട്ടുള്ള ഒരു ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് എന്തറിയാം, കഴിഞ്ഞ കുറേ വർഷങ്ങളായി 100ഓളം പേഷ്യൻസ് ഇവിടെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രയോ നമ്പേഴ്സ് ഓഫ് പേഷ്യൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അവരൊക്കെ വീട്ടിലേക്ക് പോകാതെ മറിച്ച് അവർ മരണത്തിന് കീഴ്പ്പെടുകയും അവർ ആഫ്റ്റർ ലൈഫിലേക്ക് പോവുകയുമാണ് ഉണ്ടായത് എന്ന വലിയ കമൻറ്റുകൾ പാസ്സാക്കുകയും അതിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള കുറേയേറെ നീചമായ വാചകങ്ങൾ അവർ സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇത് ഹെൽത്ത് കെയർ സിസ്റ്റത്തെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓൾ ഓവർ ഓസ്ട്രേലിയൻ സിസ്റ്റത്തെ നടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ചോദിച്ചോട്ടെ, നമ്മൾ ഈ രാജ്യത്തേക്ക് വന്നിരിക്കുന്നത് എന്തിനാണ്? കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പണി ചെയ്ത് നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകാനായിട്ടാണ്. അതെ, നമുക്കൊരു നല്ലൊരു ജീവിതം വേണം, കുട്ടികളെ നന്നായിട്ട് വളർത്തണം, ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് വേണം. നമ്മുടെ രാജ്യത്ത് അതില്ല എന്നല്ല, ഉണ്ട്. പക്ഷേ കുറച്ചുകൂടെ വിദേശ രാജ്യങ്ങളിലെ സിസ്റ്റവും നിയമവ്യവസ്ഥയും ഒക്കെ അറിയാവുന്നത് കൊണ്ട് കുറച്ചും കൂടെ ഇംപ്രൂവ്ഡ് ക്വാളിറ്റി ഓഫ് ലൈഫ്, അതിന് ആ ഒരു സാഹചര്യം കൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ഈ വിദേശത്തേക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഓസ്ട്രേലിയ എന്ന് പറയുന്ന രാജ്യത്തുള്ള നിയമവ്യവസ്ഥകളെക്കുറിച്ച് അറിയുക എന്നുള്ളത് നഴ്സസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആപ്ര, അതായത് ഓസ്ട്രേലിയൻ നഴ്സസിൻ്റെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിൻ്റെ രജിസ്ട്രേഷൻ റെഗുലേറ്ററി ബോഡിയാണ് ആപ്ര എന്ന് പറയുന്നത്, AHPRA. ആപ്രയ്ക്ക് വളരെ കൃത്യമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. പണ്ടെപ്പോഴോ സന്തോഷ് ജോർജ് കുളങ്ങര സാർ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പിന്നെ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ആദ്യം അവർ ചെയ്തതിന് ശേഷമായിരിക്കും ഒരു വീടുകൾ പോലും പണിയുന്നത്. റോഡാണ് ആദ്യം അവർ പണിയുന്നത്, അതിന് ശേഷമായിരിക്കും അവർ വീടുകൾ പണിയുന്നത്. അതായത് നിയമവ്യവസ്ഥയിൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിന് ഒരു പിൻ പോയിന്റ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ വളരെ കൃത്യമായിട്ട് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു ലോ ആൻഡ് ഓർഡർ നടപ്പാക്കുന്ന ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. ഈ സംഭവത്തിന് ശേഷം ഇന്നലെ ഓസ്ട്രേലിയയുടെ വൺ ഓഫ് ദി ലീഡിംഗ് ന്യൂസ് ഗ്രൂപ്പായ ABC ന്യൂസ് ഇവിടുത്തെ ഹെൽത്ത് മിനിസ്റ്റർ മിസ്റ്റർ റയൻ പാർക്ക്, ന്യൂ സൗത്ത് വെയിൽസ് ഹെൽത്ത് മിനിസ്റ്റർ മിസ്റ്റർ റയൻ പാർക്കിനോട് സംസാരിച്ചത് എനിക്ക് കേൾക്കാനായിട്ടിടയായി. അദ്ദേഹം പറഞ്ഞത്, ഈ രാജ്യത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ഏത് രാജ്യത്തു നിന്ന് വന്നോ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസമോ കസ്റ്റംസോ ഒന്നും ഞങ്ങൾ ചിന്തിക്കുന്നില്ല, മറിച്ച് നിങ്ങൾക്ക് ഈ വേൾഡിലേക്കും ബെസ്റ്റ് ഹെൽത്ത് കെയർ സിസ്റ്റം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. യാതൊരു കാരണവശാലും നിങ്ങളുടെ പേഷ്യൻസിനെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുമ്പോൾ അവർ നിങ്ങളുടെ ഫെയ്ത്ത്, നിങ്ങളുടെ കൾച്ചർ, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അതുമല്ലെങ്കിൽ നിങ്ങളുടെ റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ വെളിയിലെടുക്കാതിരിക്കുക. അതല്ല, മാൻ ടു മാൻ, അതായത് വ്യക്തി ടു വ്യക്തി, ഹ്യൂമൻ ടു ഹ്യൂമൻ, അങ്ങനെ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ ഉള്ളത്. 2 വ്യക്തികൾ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സിസ്റ്റവും പേഷ്യൻസും. അതിനെ ഹെൽത്ത് കെയർ സിസ്റ്റത്തെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് വർക്ക് ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ മാത്രം നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. യാതൊരു കാരണവശാലും പേഷ്യൻസിൻ്റെയോ അവരുടെ ഫാമിലിയുടെയോ
കൂടുതൽ ഡീറ്റെയിൽസ് ഡിഗ് ഡീപ്പ് ഇൻ ചെയ്തുകൊണ്ട് അതിനൊരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്കിടവരരുത്. മാത്രമല്ല അങ്ങനെ ഒരു കോൺവെർസേഷൻ നമുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്ലിനിക്കൽ നോട്ട്സ്, പ്രോഗ്രസ് നോട്ട്സിൽ എഴുതി വെക്കാൻ മറക്കരുത്. എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഒരു പേഷ്യൻറ്റുമായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ the patient stated to the reporter that റിപ്പോർട്ടർ ആരാണ്? ഞാനാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ പേഷ്യൻറ്റിൻ്റെ നോട്ട്, അല്ലെങ്കിൽ ദ പേഷ്യൻറ്റ് ഐഡൻറ്റിഫൈഡ് ദാറ്റ് എന്ന് പറഞ്ഞ് അവരോട് നമ്മൾ സംസാരിച്ച ആ സീക്വൻസ് നമ്മൾ എഴുതി വെക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ വാട്ട് എവർ യു ഹാവ് റെക്കോർഡഡ് ഇസ് ദ റെക്കോർഡ്. നീ എന്ത് എഴുതിയോ അതാണ് നിന്നെ രക്ഷിക്കാൻ പോകുന്നത്. അല്ലാതെ ഒരു കാര്യം അവർ പറഞ്ഞത് കേട്ടു, പക്ഷേ ഇപ്പുറത്തെ ചെവി കൂടെ നമ്മൾ ഇറക്കി വിടരുത്. അതുപോലെ തന്നെ നമ്മുടെ കൊളീഗ്സ് ആണെങ്കിൽ എന്തെങ്കിലും അൺനെസസറി ഒരു കമൻസ് നമ്മളോട് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സീനിയർ ലീഡറിനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ നമ്മൾ വിമുഖത കാണിക്കേണ്ട ആവശ്യമില്ല. ഒരു 99.99% ഓസ്ട്രേലിയയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാറില്ല. കാരണം സീറോ ടോളറൻസ് പോളിസി എന്ന് പറയുന്നത് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു നിയമവ്യവസ്ഥയുള്ള ഒരു രാജ്യത്ത് വന്ന് നമ്മൾ യാതൊരു കാരണവശാലും യൂണിയനുകൾ കൂടുകയോ അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിൻ്റെ വ്യവസ്ഥയെക്കുറിച്ച് സംസാരിക്കുകയോ അന്യരാജ്യക്കാരെയോ അന്യമതസ്ഥരെയോ നമ്മൾ നെഗറ്റീവായിട്ടുള്ള കമൻസ് പാസ് ചെയ്യുകയോ ആ ഒരു രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് മുതിരുകയോ ചെയ്യരുത്. അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്ന, എന്തെങ്കിലും ഒരു എറർ നമ്മളിൽ നിന്ന് സംഭവിച്ചു എങ്കിൽ നമ്മളത് ഇമ്മീഡിയറ്റ്ലി റിപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഭാഗത്തു നിന്നൊരു തെറ്റുണ്ടായി, അല്ലെങ്കിൽ ഞാൻ ഇന്നൊരു കാര്യം ചെയ്യാനായിട്ട് വിട്ടുപോയി, പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ. അല്ലെങ്കിൽ അത് ചെന്നിട്ട് നമ്മൾ നമ്മുടെ സീനിയർ മാനേജറിനോട് എന്ന് സംസാരിച്ചാൽ മതി, എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്, എന്നെ സഹായിക്കണം. അവർ തീർച്ചയായിട്ടും സഹായിക്കും. ഇത് കവർ ചെയ്ത് ഇതിൽ നിന്ന് അവോയ്ഡ് ചെയ്ത് ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കി എന്തെങ്കിലും ഒരു കാരണവശാൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പ്രശ്നമാകും. നമ്മുടെ രാജ്യത്ത് നിന്ന് മാറ്റുന്നതിന് മുമ്പ് തന്നെ ഉള്ള കാര്യങ്ങൾ, അതായത് നമുക്ക് ജോലി ചെയ്യാനുള്ള റൈറ്റ് അവർ കട്ട് ചെയ്യും, പിന്നീട് നമ്മളെ കേസിന് വിധേയമാക്കുകയും പല തവണ ഇൻവെസ്റ്റിഗേഷൻസ് നടത്തി അതിൻ്റെ ഫൈനൽ ഔട്ട്കം വരുന്നത് വരെ നമ്മളോട് സ്റ്റാൻഡ് ഡൗൺ ചെയ്യാനായിട്ട് പറയുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥ ഇവിടെ ഉണ്ട്. അതിനാൽ തന്നെ ഓസ്ട്രേലിയയിലേക്ക് അഡാപ്റ്റേഷന് വരുന്ന നഴ്സസ് വളരെ കൃത്യമായിട്ടും ആപ്ര റെഗുലേഷൻസ്, നഴ്സസ് റൂൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്നൊക്കെ പറയുന്ന യൂണിറ്റുകൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളപ്പോൾ അത് തീർച്ചയായിട്ടും പഠിക്കുക. അത് പഠിച്ച് തന്നെ വേണം നമ്മൾ ഇങ്ങോട്ട് വരാനായിട്ട്. ഇവിടുത്തെ ഈ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഈ ലൊക്കാലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പീഡിയാട്രീഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേരാണ് മൈക്ക് ഫ്രീലാൻഡർ. അദ്ദേഹം ഒരു പീഡിയാട്രീഷ്യനാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. മാത്രമല്ല അദ്ദേഹം ഒരു മെമ്പർ ഓഫ് ദ പാർലമെൻറ്റ്, MP ഫോർ മക്കാദർ എന്ന് പറയുന്ന സ്ഥലത്തെ MP കൂടെയാണ് അദ്ദേഹം ഈ നഴ്സസിൻ്റെ ഈ ഒരു കമൻസിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ താനൊരു മെഡിക്കൽ പ്രൊഫഷണലാണെന്നും താനൊരു പേഷ്യൻ്റായിട്ട് ഒരിക്കൽ അഡ്മിറ്റഡായി കിടന്നപ്പോൾ ഒരു മുസ്ലിം വ്യക്തിയാണ് എന്നെ ലുക്ക് ആഫ്റ്റർ ഒരു ഡോക്ടറാണ് എന്നെ ചികിത്സിച്ചതെന്നും ആ ഡോക്ടറിനോട് നന്ദി പറയുകയും പിന്നീട് ഇദ്ദേഹത്തിൻ്റെ തൊണ്ടയിടുകയും കണ്ണ് നനയുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ പാർലമെൻറ്റിൽ ലൈവായിട്ട് നടന്നിട്ടുള്ളത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ ആരും നീ ഇന്ത്യക്കാരനാണോ, നീ മലയാളിയാണോ, അല്ലെങ്കിൽ നീ പഞ്ചാബിയാണോ, അതുമല്ലെങ്കിൽ നീ മറ്റേതെങ്കിലും ഒരു സ്ഥലത്തു നിന്നുള്ളതാണോ, നീ കറുത്തതാണോ വെളുത്തതാണോ, ഇങ്ങനെയുള്ള യാതൊരു വിധമായ കോൺവെർസേഷനുകളും ഇവിടെ നടക്കാറില്ല. അവരാകെ നമ്മളോട് ചോദിക്കും, വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യ ആർ യു ഫ്രം? ഐ എം ഫ്രം സൗത്ത്. അത്രേ ഉള്ളൂ. ഹൗ ഇസ് യുവർ പ്ലേസ്? ഡു യു ലൈക്ക് ഇറ്റ്? ഹൗ ഡു യു തിങ്ക് ഓസ്ട്രേലിയ ഈസ്? വാട്ട് ഈസ് ദ പെക്യൂലിയാരിറ്റി ദറ്റ് യു ഫൗണ്ട് ഹിയർ? വാട്ട് ഡു യു ലൈക്ക് ഹിയർ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും അതിനെക്കുറിച്ചുള്ള നമ്മുടെ ഒരു അഭിപ്രായം നമ്മൾ പറയുക എന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് നമ്മൾ ഇറങ്ങി യാതൊരു കാരണവശാലും പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കരുത്. കാരണം എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ മറ്റുള്ളവർക്കും കൂടെ ഇത് അഫക്റ്റഡ് ആകുമെന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടായിരിക്കുന്നത് നന്നായിരിക്കും. കൂടുതൽ വാർത്തകളുമായിട്ട് വീണ്ടും കാണാം. ബൈ.